ബി.ജെ.പി. ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഇന്നും കൌൺസിലർമാർ തമ്മിൽ ബഹളം. ഹെഡ്ഗേവാർ വിവാദത്തിൽ പ്രതിഷേധിക്കുന്നതിനിടെ പുറത്തുനിന്നെത്തിയ യുവമോർച്ച പ്രവർത്തകർ പ്രതിപക്ഷ കൌൺസിലർമാരെ ആക്രമിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് അറിയിച്ചതോടെ ഏതാനും അജണ്ടകൾ പാസാക്കി കൌൺസിൽ പിരിച്ചുവിട്ടതായി ചെയർപേഴ്സൺ പ്രഖ്യാപിച്ചു. ഹെഡ്ഗേവാർ വിവാദത്തിനിടെ ചേർന്ന കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധിക്കുന്നതിനിടെ പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പരിക്കേറ്റിരുന്നു. പുറത്തുനിന്നെത്തിയ യുവമോർച്ച പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നും സംഭവത്തിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ കൌൺസിൽ ഹാളിൽ പ്രതിഷേധം നടത്തിയത്. പാലക്കാട് നഗരസഭ ഇതിനു മുൻപ് ഒരുപാട് സമരങ്ങളും ചെയർപേഴ്സന്റെ ഡയസിന് ചുറ്റും പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചും പ്രതിപക്ഷ കൌൺസിലർമാർ നിലയുറപ്പിച്ചതോടെ 10 മിനിറ്റ് നേരം കൌൺസിൽ യോഗം നിർത്തിവെച്ചു. 10 മിനിറ്റ് നിർത്തിവെക്കുന്നുണ്ട്. 10 മിനിറ്റ് നിർത്തിവെച്ച ശേഷം അടുത്ത കൌൺസിൽ തുടങ്ങും. കൌൺസിലിൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചെയ്യും. പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നറിയിച്ച് വീണ്ടും കൌൺസിൽ തുടങ്ങാൻ ചെയർപേഴ്സൺ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം അനുവദിച്ചില്ല. മുദ്രാവാക്യം തുടർന്നതോടെ അജണ്ടകൾ പാസാക്കി നഗരസഭാ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. ചെയർപേഴ്സണു ചുറ്റും നിന്ന് പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് പുറത്തിറങ്ങിയ പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിലും പ്രതിഷേധം തുടർന്നു. കൌൺസിലർമാരെ മർദ്ദിച്ചതിൽ നടപടിയെടുക്കാതെ കൌൺസിലിൽ ചർച്ചയ്ക്കെത്തില്ല എന്നാണ് പ്രതിപക്ഷ കൌൺസിലർമാരുടെ നിലപാട്. പ്രതിഷേധത്തിനിടെ തനിക്കുൾപ്പെടെ മർദ്ദനമേറ്റിരുന്നതായി ചെയർപേഴ്സണും തിരിച്ചടിച്ചു. റിപ്പോർട്ടർ, പാലക്കാട്.